കാസർഗോഡിന്റെ ഏരിയ തന്നെ നോക്കണമെങ്കിൽ നല്ലപോലെ ടീംസ് ഈ ഒരു ഏരിയയിലുണ്ട്. ടിവിയെ തന്നെ തൊട്ടടുത്തുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ DLS-ഉം നമ്മുടെ KST ആയിട്ടുള്ള ഒരു ഫൈറ്റ് എടുക്കുവാണ്. ഈ ഫൈറ്റ് എങ്ങനെ പോകുന്നു നോക്കാം. മിക്കവാറും ടിവി ഒരു തേർഡ് പാർട്ടി എടുക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലുണ്ട്. നോക്കുകയാണെങ്കിൽ ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. DLS-ൽ ജോഷുവ ഒരു കില്ല്. KST2 അടുത്തൊരു പിക്ക് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. DLS-ന് നല്ലൊരു ഹൈറ്റ് ചെറിയൊരു ഹൈറ്റ് വരുന്നുണ്ടെങ്കിലും നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. കുറുപ്പിടാനിന്റെ ഒരു അടുത്തൊരു പിക്ക്, ജോഷുവിന്റെ അടുത്തൊരു പിക്ക്, ഈ ID ക്യാഫ് ഡ്രീമിന്റെ ഒരു പിക്ക്. നോക്കുകയാണെങ്കിൽ നല്ലപോലെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. DLX-ന്റെ ഒരു പവർഫുൾ ഡോമിനേഷൻ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ ഒരു KST-യുടെ ഒരു പ്ലെയർ മാത്രമാണ് ബാക്കി. എന്ത് കളിയാണ് ജോഷു അവിടെ നോക്കുന്നു. വില്ലുമോൻ അവിടെ ഒരു റിവൈവ് ഇൻസ്റ്റന്റ്ലി അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ടിവിയുടെ വക എൻട്രി RZ7 അടുത്തേക്ക്. ടിവി വേഴ്സസ് RZ7. വില്ലു അവിടെ ഒരു ജോഷു കില്ല് കൺഫേം ആക്കുന്നു. സാവേജ് അടുത്ത് നോക്കുന്നു. സാവേജ് അവിടെ നോക്കുന്നു. ആൻഡ് അടുത്തത് നമുക്ക് നോക്കാം. സാവേജ് കില്ല് ഫിനിഷ് ചെയ്യുന്നു. ആ നീലൊരു നോക്കിടുന്നു. പ്രണവ് സേട്ടർ നോക്കിടുന്നു. ഡോർക്കിയെ ജുഗ്രു നോക്കിടുന്നു. ഇറ്റാച്ചി ഒരു നോക്കിടുന്നു. ഇറ്റാച്ചി അവിടെ DLX വേണം. കുറുപ്പിടാനി ഒരു സ്നൈപ്പിനെ നോക്കാക്കുന്നു. വില്ലോട് കുറുപ്പിടാനി സ്നൈപ്പിനെ ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. വില്ലോട് നോക്കിടുന്നു. നീല ഫിനിഷ് ഓഫ് ആക്കി കളയുന്നു. കുറുപ്പിടാനി മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. RZ7 ഒരു പ്ലെയർ മാത്രം വൈപ്പിംഗ് ഓഫ്. RZ7 കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. ടിവിയുടെ വക ഒരു കിടിലൻ തേർഡ് പാർട്ടി, ടൈംലി തേർഡ് പാർട്ടി. പക്ഷെ എനിക്ക് തോന്നുന്നു ഡോർക്കി അവർക്ക് ഇല്ല. എല്ലാ പ്ലേസും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും അല്ലേ വേണോ? 2 4 6 8 സ്നൈപ്പർ